നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്ത്രീകളുടെ പ്രത്യുൽപാദന വിസർജന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എത്ര ദ്വാരങ്ങൾ ഉണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആദ്യം ബാഹ്യവും ആന്തരികവുമായ ഘടനകളെ വേർതിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ സംഭാഷണങ്ങളിൽ യോനി എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന യോനി മുഖമാണ് ബാഹ്യമായ എല്ലാ അവയവങ്ങളെയും ചേർത്ത് പറയുന്ന ശരിയായ പദം. യോനി മുഖം, അതായത് വൾവ വേഴ്സസ് യോനി. യോനി മുഖം എന്നത് സ്ത്രീകളുടെ ബാഹ്യമായ എല്ലാ ലൈംഗികാവയവങ്ങളെയും ഒരുമിച്ച് വിവരിക്കാൻ ഉപയോഗിക്കുന്ന ശരീരശാസ്ത്രപരമായ പദമാണ്. എന്നാൽ യോനി എന്നത് ആന്തരിക പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗമായ പീശിമയമായ ഒരു കനാലാണ്. യോനി മുഖത്തെ ഗർഭാശയവുമായും ബന്ധിപ്പിക്കുന്നത് ഈ കനാലാണ്. സ്ത്രീകളുടെ പെൽവിക് പ്രദേശത്ത് തുറക്കുന്ന 3 പ്രധാന ദ്വാരങ്ങൾ താഴെ പറയുന്നവയാണ്: മൂത്രനാളി ദ്വാരം, യോനി ദ്വാരം, മലദ്വാരം. പുരുഷന്മാരിലും സ്ത്രീകളിലുമുള്ള പൊതുജന ആരോഗ്യ സർവേകൾ പ്രകാരം ഈ 3 ദ്വാരങ്ങളെയും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നവരുടെ എണ്ണം കുറവാണ്. പലപ്പോഴും മലദ്വാരവും യോനിദ്വാരവും മാത്രമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. മൂത്രനാളി ദ്വാരം യോനിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഘടനയാണെന്ന് തിരിച്ചറിയുന്നതിലെ പരാജയം ഒരു സാധാരണ തെറ്റിദ്ധാരണയാണ്. ഗർഭാശയ മുഖം ഒരു ബാഹ്യദ്വാരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതും പതിവാണ്. യോനി ദ്വാരം മൂത്രനാളി ദ്വാരത്തിന് തൊട്ടു താഴെയും മലദ്വാരത്തിന് തൊട്ടു മുകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മലദ്വാരവും മൂത്രനാളി ദ്വാരവും തമ്മിലുള്ള ശരീരഘടനാപരമായ ഈ അടുപ്പം അണുബാധ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന ഘടകമാണ്. മലദ്വാരത്തിൽ സാധാരണമായി കാണപ്പെടുന്ന ബാക്ടീരിയകൾ, പ്രത്യേകിച്ച് ഈ കോളായി, എളുപ്പത്തിൽ മുന്നോട്ട് നീങ്ങി താരതമ്യേന നീളം കുറഞ്ഞ മൂത്രനാളിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്ത്രീകളിൽ മൂത്രാശയ അണുബാധ ആവർത്തിക്കുന്നതിന്റെ പ്രധാന ശാരീരിക ശാസ്ത്രപരമായ കാരണമാണ്. ഈ ശരീരഘടനയുടെ പ്രത്യേകത കാരണമാണ് ശുചിത്വ പാലനത്തിൽ, പ്രത്യേകിച്ചും മലവിസർജനത്തിന് ശേഷം മുന്നിൽ നിന്ന് പിന്നിലേക്ക് മാത്രം തുടക്കേണ്ടതിന്റെ പ്രാധാന്യം ആരോഗ്യ വിദഗ്ധർ ഊന്നിപ്പറയുന്നത്. ഓരോ ദ്വാരത്തിന്റെയും ശരീരധർമ്മങ്ങൾ, അതായത് ഫങ്ഷൻസ് ഓഫ് ദി ഓറിഫൈസസ്. 3 ബാഹ്യദ്വാരങ്ങൾക്കും അവയവങ്ങൾക്കും വ്യത്യസ്തവും വ്യക്തവുമായ ധർമ്മങ്ങളുണ്ട്. ഇവയിൽ യോനി ദ്വാരമാണ് ഏറ്റവും കൂടുതൽ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്. മൂത്രനാളി ദ്വാരം വിസർജന വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇതിന് ഒറ്റ ധർമ്മം മാത്രമേ ഉള്ളൂ. മൂത്രസഞ്ചിയിൽ ശേഖരിക്കപ്പെടുന്ന മൂത്രം ശരീരത്തിന് പുറത്തേക്ക് ഒഴുകാനുള്ള വഴിയാണിത്. ഇത് നേരിട്ട് മൂത്രസഞ്ചിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ പ്രത്യുൽപാദനപരമായ യാതൊരു പങ്കും വഹിക്കുന്നില്ല. യോനി ദ്വാരം, അതായത് ഇൻട്രോയിറ്റസ്, ഒരു ബഹുധർമ്മ ദ്വാരമാണ്, അതായത് മൾട്ടി ഫങ്ഷണൽ ഓറിഫൈസ് ആണ്. ഇത് 3 വ്യത്യസ്തവും എന്നാൽ പരസ്പരം ബന്ധമില്ലാത്തതുമായ 3 ധർമ്മങ്ങൾ നിർവഹിക്കുന്നു: പ്രത്യുൽപാദന ധർമ്മം, വിസർജന ധർമ്മം, ലൈംഗിക ധർമ്മം. ലൈംഗിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി യോനി ദ്വാരത്തിന് അല്പം പിന്നിലും വശത്തുമായി സ്ഥിതി ചെയ്യുന്ന ചെറുപയർ വലുപ്പമുള്ള ഗ്രന്ഥികളാണ് ബർത്തോളിൻ ഗ്രന്ഥികൾ. ലൈംഗിക ഉത്തേജനത്തിന്റെ പ്രതികരണമായി ഈ ഗ്രന്ഥികൾ മ്യൂക്കസ് പോലെയുള്ള സ്രവം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സ്രവം യോനി മുഖത്തിന് ഈർപ്പം നൽകാനും ലൈംഗിക ബന്ധത്തിൽ ഘർഷണം കുറയ്ക്കാനും സഹായിക്കുന്നു. മലദ്വാരം, അതായത് ഏനസ്, ദഹന വ്യവസ്ഥയുടെ അവസാന ഭാഗമാണ്. ഇതിന്റെ ധർമ്മം മലാശയത്തിൽ നിന്ന് മലം, അതായത് ഫീസസ്, ശരീരത്തിന് പുറത്തേക്ക് വിസർജിക്കുക എന്നതാണ്. മലദ്വാരത്തിന് ചുറ്റുമുള്ള ആനൽ സ്ഫിങ്ക്ടർ എന്ന ശക്തമായ പേശി സംവിധാനം മലവിസർജനം നിയന്ത്രിക്കുകയും മലത്തെ തടഞ്ഞു നിർത്താനുള്ള ശേഷി, അതായത് ഫീക്കൽ കോണ്ടിനൻസ്, ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. മൂത്രനാളി ദ്വാരവും മലദ്വാരവും തമ്മിലുള്ള ശാരീരിക ഘടനാപരമായ ഈ അടുപ്പം അണുബാധ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന ഘടകമാണ്. മലദ്വാരത്തിൽ സാധാരണമായി കാണപ്പെടുന്ന ബാക്ടീരിയകൾ, പ്രത്യേകിച്ച് ഈ കോളായി, എളുപ്പത്തിൽ മുന്നോട്ട് നീങ്ങി താരതമ്യേന നീളം കുറഞ്ഞ മൂത്രനാളിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്ത്രീകളിൽ മൂത്രാശയ അണുബാധ ആവർത്തിക്കുന്നതിന്റെ പ്രധാന ശാരീരിക ശാസ്ത്രപരമായ കാരണമായി കണക്കാക്കുന്നു. ഈ ശരീരഘടനയുടെ പ്രത്യേകത കാരണമാണ് ശുചിത്വ പാലനത്തിൽ, പ്രത്യേകിച്ചും മലവിസർജനത്തിന് ശേഷം മുന്നിൽ നിന്ന് പിന്നിലേക്ക് മാത്രം തുടക്കേണ്ടതിന്റെ പ്രാധാന്യം ആരോഗ്യ വിദഗ്ധർ ഊന്നിപ്പറയുന്നത്. ബർത്തോളിൻ ഗ്രന്ഥികളും ലുബ്രിക്കേഷനും. യോനി ദ്വാരത്തിന് അല്പം പിന്നിലും വശത്തുമായി സ്ഥിതി ചെയ്യുന്ന ചെറുപയർ വലുപ്പമുള്ള ഗ്രന്ഥികളാണ് ബർത്തോളിൻ ഗ്രന്ഥികൾ. ലൈംഗിക ഉത്തേജനത്തിന്റെ പ്രതികരണമായി ഈ ഗ്രന്ഥികൾ മ്യൂക്കസ് പോലെയുള്ള സ്രവം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സ്രവം യോനി മുഖത്തിന് ഈർപ്പം നൽകാനും ലൈംഗിക ബന്ധത്തിൽ ഘർഷണം കുറയ്ക്കാനും സഹായിക്കുന്നു.
വിവിധ രാജ്യങ്ങളിൽ നടത്തിയ സർവേകൾ പ്രകാരം പകുതിയിൽ താഴെ ആളുകൾക്ക് മാത്രമേ സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിലെ ദ്വാരങ്ങളുടെ എണ്ണം കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളൂ. സ്കൂളുകളിലെ മോശം ലൈംഗിക വിദ്യാഭ്യാസമാണ് ഈ അറിവില്ലായ്മയ്ക്ക് പ്രധാന കാരണം. സ്ത്രീകൾ മൂത്രമൊഴിക്കുന്നത് യോനിയിലൂടെയാണെന്ന് വിശ്വസിക്കുന്നവരും ക്ലിറ്റോറിസിനെയും മൂത്രനാളി ദ്വാരത്തെയും പരസ്പരം തെറ്റിദ്ധരിക്കുന്നവരും പൊതുസമൂഹത്തിലുണ്ട്. മൂത്രനാളി ദ്വാരത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തത് ശുചിത്വ രീതികൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്താൻ കാരണമാകുന്നു. ഈ അജ്ഞത അണുബാധകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ശരീരഘടനയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവ് വ്യക്തിഗത ആരോഗ്യ സംരക്ഷണത്തിന് നിർണായകമായൊരു ഘടകമാണ്.